ഹലോ ഗൈസ്, ഇത് കണ്ടോ? ഇതെന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ആൻറ്റി 3 വർഷമായിട്ട് ഒരു ചെടി വാങ്ങിച്ച്, ഒരു ചെടി എന്നല്ല 3 വർഷമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച ചെടിയാണേ. ഇത് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ഞാൻ വന്ന് ഇതിന് വെള്ളം ഒഴിച്ച് ഇത് ചീഞ്ഞു പോയി. ഇതേ കാണിച്ചു തരാം. മഞ്ഞൾ വരട്ടി വെച്ചേക്കുക. എന്നിട്ട് നമ്മുടെ സിന്ധു ഇവൻ്റ് ആ ചേച്ചിനോട് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഈ ചെടിക്ക് വെള്ളമേ ഒഴിക്കണ്ട, മാസത്തിൽ ഒരു പ്രാവശ്യം തളിച്ചു കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഇതിന് കൊണ്ടേ വെള്ളം ഒഴിച്ച് ഇത് മൊത്തം ഫംഗസായി, ഒരു തരം ഫംഗസ് കണ്ടോ. കാരണം ഭയങ്കര വിഷമത്തിലായിരുന്നു ഞാൻ. പിന്നെ വേറെ സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിന് വെള്ളം ഒഴിക്കേണ്ട ചെടികളാണ്. ഇതിന് ഞാൻ വെള്ളം ഒഴിച്ചില്ല ഗൈസ്, വെള്ളം ഒഴിച്ചില്ല, ചെടികളെല്ലാം ഉണങ്ങിപ്പോയി. ആൻറ്റി അതറിഞ്ഞ കലിപ്പ്. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞേ, ഞാൻ എൻ്റെ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറെ പിന്നെ കൊഞ്ച് ചെടിയൊക്കെ ചീഞ്ഞു പോയി, പിള്ളേരാണെങ്കിൽ നോക്കാം, ചെടി നോക്കലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് പറയണേ, മമ്മിക്ക് ഇനി പിള്ളേരെയും നോക്കാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ എന്നെ തന്നെ അനലൈസ് ചെയ്തേ. എനിക്ക് സത്യത്തിൽ എന്താ അറിയണത്? കാരണം എന്തെങ്കിലും അറിയണ്ടേ, മനുഷ്യനായ എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി അവരിൽ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ എന്നെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ എനിക്ക് എന്നിൽ കണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിൽ എന്നെ കാണാൻ ശ്രമിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും എന്തെങ്കിലും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അയ്യോ പാവം, പിന്നെ അവരുടെ പ്രായത്തെ പരിഗണിക്കും, അവർ ചെയ്യുന്നല്ല എന്നുള്ളൊരു ഇത് കൊടുക്കും. പക്ഷെ അത് എനിക്ക് തന്നെ ഭാരമായിട്ട് വരും. അതും അപ്പോൾ നല്ലൊരു ഇതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മറ്റേ ഖത്തറിലായിരുന്നപ്പോഴേ ജാസ്മിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് എനിക്ക് കൊച്ചിനെ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ജാസ്മിൻ ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ടും എല്ലാ വേലയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കൊച്ചുറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ ജാസ്മിനെ സഹായിക്കുമ്പോൾ എന്തേ ഞാൻ ചെല്ലുമ്പോൾ പുള്ളിക്കാരത്തി പിന്നെ എൻ്റെ ജോലിയായി. അതുപോലെ തന്നെ പല കാര്യങ്ങളും കേട്ടോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അവർക്ക് വയ്യ, അപ്പോൾ അന്ന് അവർ ചെയ്യുന്നത് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം എന്നുള്ളൊരു മനസ്സാക്ഷി വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ അവരത് മുതലെടുക്കും. അപ്പോൾ എനിക്ക് എന്നിലുള്ള ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. കാരണം അതൊരു ക്വാളിറ്റി ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെന്നെ മുതലെടുക്കുന്ന പോലെ തോന്നും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കണം. ഇതുകൊണ്ടെല്ലാം മോശമായിപ്പോയി. എന്താ ചെയ്യണം എനിക്കറിയാൻ പാടില്ല. ചിലരുടെയൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ, പൂക്കളൊക്കെ നിറഞ്ഞ് നിന്ന് അവരൊക്കെ ഈ സിന്ധു ചേച്ചിനെ സമ്മതിക്കണം കേട്ടോ. സിന്ധു ഇവൻ്റില്ലേ, പുള്ളിക്കാരത്തി എല്ലാവർക്കും പോയി കമൻറ്റ് എല്ലാം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പുള്ളിക്കാരത്തി കൊറിയർ ചെയ്യണമായിരുന്നു. കൊറിയർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. എന്നാലും എനിക്ക് മറുപടി പറഞ്ഞേട്ടാ. അപ്പോൾ ആ കൊറിയർ പാക്ക് ചെയ്യണം, ചെടികൾ നോക്കണം, വീട്ടിലെ ജോലി ചെയ്യണം. അവർക്ക് 24 മണിക്കൂർ, നമുക്ക് 24 മണിക്കൂർ. എന്നിട്ടാ നമുക്കൊന്നിനും നേരമില്ല അല്ലേ. എന്ത് പറയാനാ, ഞാൻ എന്നിലുള്ള ക്വാളിറ്റി ഞാൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. എനിക്കറിയില്ല എന്താ സംഭവം, എനിക്കറിയില്ല എന്നിലുള്ള ക്വാളിറ്റി എന്താ. എന്തെങ്കിലും ഉണ്ടാകിയിരിക്കും. അപ്പോൾ ഞാൻ കെട്ടിയവരോട് കെട്ടിയ പറഞ്ഞ് കലാപരമായിട്ടൊന്നും അറിയാൻ പാടില്ല, അത് സത്യമായിട്ടാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. Have a great day.